ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതേമാതിരിയുള്ള ബോട്ടിൽസ് ഉണ്ടോ? നമുക്കിന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്ത് വെള്ളം കൊണ്ടൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ മേത്തൊക്കെയുള്ള ഒരു പാടക്കില്ലേ അതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ കഴുകിയെടുക്കണം. എന്നിട്ട് നമ്മൾ കഴുകിയെടുത്തതിനെ ഒന്ന് കുളിപ്പിച്ചതിനെ തുടക്കില്ലേ അതേമാതിരി നമ്മൾ ഈ ബോട്ടിലിനെയും ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ തുടച്ച് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ആ സൈഡിൽ ഇരിക്കുന്നതാണ് സാധനം കേട്ടോ. അതാണ് ക്ലേ. ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്ലേ വേണ്ടവർ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് ക്ലേ ഹോം മെയ്ഡ് ആയിട്ടുള്ളതും കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഹോം മെയ്ഡാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതേമാതിരി നമ്മുടെ ക്ലേ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പാമ്പില്ലേ പാമ്പ് പോലെ ആക്കിയിട്ട് നമ്മൾ അതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി നമ്മൾ എടുക്കണം. എന്തിനാണ് ബോൾസ് ആക്കി എടുക്കണം എന്തിനാണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം തന്നെ ഇതേമാതിരി ബോൾസ് ആക്കിയിട്ട് കുറേ എടുക്കണം കേട്ടോ. കുഞ്ഞതായിട്ട് എനിക്ക് വലിയ പീസായിട്ടും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ട ഒരു അളവിൽ നിങ്ങൾ കുഞ്ഞു ബോൾസ് ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ബോട്ടിലോട്ട് നമ്മളിത് ഈ ഒരു ക്ലേസിനെ ഇങ്ങനെ വെള്ളമൊന്നും വേണ്ട കേട്ടോ. അങ്ങനത്തെ പാടെ തന്നെ ഇട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഇതെന്തിനാണ് നമ്മൾ അങ്ങനത്തെ പാടെ കവർ ചെയ്യാത്തതെന്ന് വെച്ചാൽ അങ്ങനത്തെ പാടെ കവർ ചെയ്യണമെങ്കിൽ അത് ഫുള്ളായിട്ട് കവറാവുകയും ചെയ്യില്ല. നമുക്ക് 8ൻ്റെ അല്ല 16ൻ്റെ 18ൻ്റെ പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു ഐറ്റം ആണെങ്കിൽ നമുക്ക് ആ ഇടയിലൊക്കെ ആയിട്ടാണെങ്കിൽ ഈ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് അവിടെ വേണമെങ്കിലും വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിത് ആദ്യം തന്നെ ഈ ഒരു പിങ്ക് കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പിങ്ക് കളറിന് നമ്മളിത് ഇതിൻ്റെ ചുറ്റായിട്ട് നമ്മൾ അതിനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കണം. ഗമ്മൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സ്റ്റിക്കായിരുന്നുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ പരത്തി അതിനെ നമ്മൾ സ്റ്റിക്കാക്കിയിടണം. മൂടിയിലും നമ്മൾ ഞാൻ ബോട്ടിലത്തെ കവറേജ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മൂടിയിലത്തെ കവറേജിലോട്ടും കൂടി കിടന്നു കേട്ടോ. മൂടിയിലത്തെ ആയാരണം മൂടി പ്ലാസ്റ്റിക് ആയാരണം പെട്ടെന്ന് പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യണം. ആ സൈഡിലൊന്നും ഒട്ടുണ്ടായില്ല, അതാണ് ഞാൻ അവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. അധികം അങ്ങനെ ആ സൈഡിലൊന്നും ഒട്ടൂല കേട്ടോ, വിടർന്ന് പോകും. അതാണ് നമ്മൾ ഒട്ടിക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ കണ്ടോ. ഞാൻ ഇത്രയും ഭാഗം ചെയ്തു, ടോപ്പിലും ചെയ്തു, എൻ്റെ അടിയിലും ചെയ്തു. ഇപ്പോൾ ഓപ്പണ് ക്ലോസും ചെയ്യാൻ പറ്റിയ ഒരു വിധത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതേമാതിരി നമ്മൾ നല്ല രീതിയിൽ ആ മൂടിയാണ് ഇത്തിരി ഒട്ടാൻ പണി. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹോം മെയ്ഡാണ് ക്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ ക്ലേയിലോട്ട് പിന്നെ ഞാൻ കളർ ആഡ് ചെയ്തു, പേർപ്പിൾ കളർ ആഡ് ചെയ്തു. അതിൻ്റെ ഈ ഒരു പിങ്കിൽ മാച്ചായിട്ടുള്ള ഏതെങ്കിലും കളറ് ഞാൻ എടുക്കുന്നത്. ഞാൻ എടുത്തത് പർപ്പിളാണ്. നിങ്ങൾ ഏത് കളറാണ് നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത് ആ കളറിന് മാച്ചായിട്ടുള്ള ഒരു കളറാണ് നിങ്ങൾ ആ ഒരു ബോട്ടിലിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ പിങ്കിന് ഇത്തിരി മാച്ചായിട്ട് എനിക്ക് തോന്നിയത് ഒരു പർപ്പിൾ ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ ഈ പർപ്പിൾ ഷെയ്ഡിനെ ഞാനൊരു ടോസ്റ്റ് കൊണ്ട് എടുത്തിട്ട് ഞാനത് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചു. ആ പ്രസ് ചെയ്തതിന് മേളിൽ കൂടെ ഞാൻ റോസാപ്പൂ പോലെ ആക്കി വെച്ചേക്കാണ്. റോസാപ്പൂ എന്ന് വെച്ചാൽ ആ ഒരു ഇതിനെ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ 2, 3, 4, 5 വര ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അതവിടെ റോസാപ്പൂവിൻ്റെയൊക്കെ ലുക്കിൽ വരും. അപ്പോൾ നമ്മൾ അതേമാതിരി എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇടയ്ക്ക് ചിലപ്പോൾ അടർന്ന് പോകാൻ സാധ്യത കൂടുതലാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നും അടർന്ന് പോകില്ല. ഇത്തിരി ഒരു 5-10 മിനിറ്റ് നമ്മളിങ്ങനെ ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇത് അടർന്ന് പോകില്ല കേട്ടോ. അവിടെ കുറച്ച് നേരം നിൽക്കും. ഇപ്പം എന്തെങ്കിലും ഇരിപ്പുണ്ട് സാധനം അടർന്ന് പോകില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിനുള്ള എന്ത് ഐറ്റം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇട്ട് വെച്ചേക്കുന്നത് നമ്മുടെ പേപ്പർ സോപ്പില്ലേ അതാണ്. നമുക്ക് ക്യാരി ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞു ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ക്യാമലിൻ്റെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫാബ്രിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് ഏത് പെയിൻറ്റിൻ്റെ വേണമെങ്കിലും ഏതൊരു ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതൊരു ബോട്ടിലാട്ട് എന്നൊക്കെ പറയാം ഇതിനാട്ടോ. അപ്പോൾ ഇതേമാതിരി നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് അതിനെ റോസാപ്പൂ വിധത്തിൽ നമ്മൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ റെഡാണ് യൂസ് ചെയ്യുന്നത്, റെഡിൻ്റെ മാച്ചായിട്ടുള്ള പിങ്കാണ്. അങ്ങനെ ഏകദേശം അതേമാതിരി തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. ഇതേമാതിരി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേമാതിരി ഞാൻ കാണിച്ചേക്കുന്ന പോലെ തന്നെ ഏകദേശം ചെയ്ത് വെച്ചോട്ടെ. എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞില്ലേ അത് ഇങ്ങനെ കയ്യിലെടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് അടർന്ന് പോകും. അതാണ് അവിടെ അടർന്ന് പോയേക്കാനാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുവരേക്കും നാളെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ ടാറ്റ. ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ടാറ്റ ബൈ ബൈ.